ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ അധികം ആരും അങ്ങനെ വാങ്ങാറില്ല, ആൽക്കഹോളൊക്കെ ചേർക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. അപ്പോൾ നമ്മളതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സെയിം ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സെയിം ടേസ്റ്റാണ്. നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 21-നാണ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫുള്ള് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ മുമ്പത്തെ 2 വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും ഇതിൻ്റെ കൂടെ കറുത്ത മുന്തിരിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ടോട്ടലായിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് മുന്തിരി ജ്യൂസ്. കറുത്ത മുന്തിരിയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസാണെങ്കിലും കുഴപ്പമില്ല. നല്ലത് മുന്തിരി ജ്യൂസാണ് കേട്ടോ, കറുത്ത മുന്തിരി. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 ദിവസം നമ്മളിങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. 2 ദിവസം മാറ്റി വെക്കാം കേട്ടോ. ഞാൻ പുറത്ത് തന്നെ 2 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ നല്ലോണം കുടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം വെച്ചിട്ടുള്ള ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയും കൂടെ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കൂടുതലും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഇതിൽ വെള്ളമുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക, വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം ആവശ്യമില്ല, ഈ ഒരു ഫ്രൂട്ട് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ഊറ്റിക്കളയുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്, പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വേറെ രീതിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പക്ഷേ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1-2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു പൊടിക്ക് മതി കേട്ടോ പട്ട, അതുപോലെ 1 ഏലക്ക, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ട് ഒന്ന് മെൽട്ടായി കിട്ടണം. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോയിൽ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുമ്പോൾ ആദ്യം അതിലോട്ട് ചൂട് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഡ്രൈ ആയ പോലെ തോന്നും, നമുക്ക് കൂടുതൽ ഡ്രൈ ആയി കിട്ടുന്ന പോലെ. പിന്നെ അതിലോട്ട് നല്ലോണം ചൂട് കയറുമ്പോൾ നമുക്കത് മെൽട്ടായി കിട്ടും. ഇപ്പോൾ ഇത് ചൂട് കയറിയിട്ട് ചെറുതായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഒരു ലോ ഫ്ലെയിമിൽ കുറച്ചും കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണം ഈ ഒരു പ്ലം കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തിക്കാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടണം നമുക്കിത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണ്
കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ബ്രൗൺ ഷുഗറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 3 മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യാതെ ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തിട്ടും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ടും അങ്ങനെ കുറേ രീതിയിലുള്ള പ്ലം കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും തിക്കായാൽ. നമ്മളിങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കമഴ്ത്തുമ്പോൾ അത് താഴോട്ട് വീഴില്ല. അത്രയും തിക്കായിട്ട് നമുക്ക് കിട്ടും മുട്ടയുടെ വെള്ളം പതപ്പിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരിച്ചിരി ഉപ്പ് നമ്മുടെ ബാറ്ററിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് അതൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും നമുക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നേരം പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി മുട്ടയുടെ വെള്ളം പതപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളായി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ് ബീറ്ററിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് അതിനേക്കാളും സൗകര്യം ഒരു സ്പാച്ചുലയിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ മൊത്തം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് സോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം വിട്ടുപോയി, ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് മെല്ലെ ഒന്ന് ചുരണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പതപ്പിച്ചെടുത്ത മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് സ്ലോലി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ രീതിയിൽ പ്ലം കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമാക്കാനല്ലേ നോക്കാറ്. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് ടിപ്പൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സഫ എന്നാണ് കേട്ടോ പേര്, ഷോപ്പൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്കിത് ചെയ്തപ്പോൾ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലോട്ട് ആക്കി കൊടുക്കാം. ഏത് ബേക്കിംഗ് ടിന്നിലാണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് ലോഫ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേ സമയം എടുക്കുന്നുണ്ട് അതിൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിത്തൗട്ട് ഓവന് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബാറ്റർ നല്ലോണം ലൂസാക്കി എടുക്കരുത്. ലൂസായാലാണ് നമ്മൾ ചേർത്തിട്ടുള്ള ഇതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ബാറ്റർ ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഓവനാണെങ്കിൽ ഓവന്, അല്ലെങ്കിൽ പാത്രത്തിനകത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്ന ടൂട്ടി ഫ്രൂട്ടി ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കേക്ക് പൊങ്ങി വരുമ്പോൾ എന്തായാലും താഴെ പോകുന്നുണ്ട്, എന്നാലും വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് നന്നായി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാത്രം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറുതെ ഒരു തട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഒരു 30-40 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആകുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വന്നാൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, നമ്മളിങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ. ഒരു 25 മിനിറ്റോളം തുറന്ന് നോക്കരുത് കേട്ടോ. 25 മിനിറ്റ് ആയാൽ തുറന്ന് നോക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ബേക്കിംഗ് ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് സമയത്തിലൊക്കെ മാറ്റം വരും, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.